പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ, മൈ ബിലവഡ് ചിൽഡ്രൻ ഇൻ ഗാഡ്, ഒരിക്കൽ കൂടി നിങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, സനാതന സുവിശേഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, അല്ലേ? നമ്മൾ ക്രിസ്തുവിൽ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ക്രൈസ്തവരമായ കുറേ ബാഹ്യമായ കുറേ ആത്മീയ കർമ്മങ്ങൾ നിറവേറ്റുന്നതാണ് വിശ്വാസം എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. അതിലിങ്ങനെ ഭയങ്കര തീക്ഷ്ണതയുള്ള ആൾക്കാർ കാണാറുണ്ട്. അതൊന്നുമല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്നാൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിന് ഭരമേൽപ്പിക്കുക. ഓക്കെ, അപ്പം അതുകൊണ്ട് അവൻ്റെ സ്നേഹത്താൽ ഗ്രസിക്കപ്പെടുവാനും അവൻ്റെ സ്നേഹത്താൽ നയിക്കപ്പെടുവാനും വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ അവന് ഭരമേൽപ്പിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. ഇന്ന് നമ്മൾ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ഒരു തലത്തിലേക്ക് വരികയാണ്. അതിനാണ് നമ്മൾ പറയുന്നത് ദൈവഹിതം എന്ന് പറയുന്നത്. അപ്പം ദൈവഹിതം നിറവേറ്റലാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവഹിതം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യവും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഉപേക്ഷിക്കാനാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി ദൈവത്തിൻ്റെ പുറകെ നടക്കാൻ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ദൈവത്തിൽ വിശ്വസിക്കും. എന്തിനു വേണ്ടി? അവൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു നിരീശ്വരവാദി എന്താ ചെയ്യുന്നത്? അവനും ജീവിക്കുന്നത് അവൻ്റെ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ്. അപ്പം 4 പേരും സ്വന്തം കാര്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ നിരീശ്വരവാദി പറയുകയാണ്, നിങ്ങൾ ഈ ദൈവത്തിൻ്റെ പുറകെ എന്താ എനിക്കില്ലാത്ത എന്താ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? കാരണം നമ്മൾ അന്വേഷിക്കുന്നത് അവരന്വേഷിക്കുന്നതൊക്കെ സെയിം തന്നെ. നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി അധ്വാനിച്ച് ഓടി നടക്കുന്നവരാണ്. അപ്പോൾ അതിന് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. വിശ്വാസം എന്തിനാണ്? വിശ്വാസം നിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ഹിതം നിന്നിൽ നിറവേറുവാൻ വേണ്ടിയിട്ടാണ് വിശ്വാസത്തിൻ്റെ ആവശ്യം. ഓക്കെ, ഈ വിശ്വാസത്തിലേക്ക് വളരേണ്ട സമയം കഴിഞ്ഞു. ഇന്ന് നമ്മൾ വിശ്വാസത്തിൻ്റെ അടുത്ത ഒരു തലത്തിലേക്ക് നമ്മൾ നോക്കുകയാണ്. അതാണ് ദൈവഹിതം നിറവേറ്റുക. അപ്പോൾ നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ കൽപ്പനയാണ് നിയമാവർത്തന പുസ്തകം 6 ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ദ മോസ്റ്റ് ഗ്ലോറിയസ് കമാൻഡ്മെന്റ്. എന്താണ് ആ കമാൻഡ്മെന്റ്? ഹിയർ ഓ ഇസ്രായേൽ, thy Lord, thy God is one God. Love your God with all your heart, with all your mind and all your spirit and strength. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും സുപ്രധാനമായ കൽപ്പന. എന്താണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ മർക്കോസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോയോട് നിയമജ്ഞൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 32 മുതൽ. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞു ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെക്കാൾ മഹനീയമാണെന്നങ്ങ് പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ഏറ്റവും സുപ്രധാനമായ കൽപ്പന എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക. ഓക്കെ, ഇതാണ് സനാതന സുവിശേഷത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ്, എന്താണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? വിശുദ്ധ അൽഫോൻസ് ലിഗോറി നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക എന്നാൽ ദൈവഹിതത്തോട് നമ്മുടെ ഇച്ഛയെ ചേർത്ത് വയ്ക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ നമ്മുടെ ഇച്ഛ, സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫ്രീ വില്ലുണ്ട്. ഈ ഫ്രീ വില്ല് നമ്മളെല്ലാവരും ഇന്ന് ഈ വില്ല് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുഖസന്തോഷത്തിന്, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിലെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ഫ്രീ വില്ല് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് പാപ അവസ്ഥ. പാപം ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ പാപത്തിൽ വീണുപോയ മനുഷ്യൻ അവന് ദൈവത്തെക്കാൾ സ്ഥാനം അവനവന് തന്നെ നൽകുകയാണ്, അല്ലേ? എല്ലാ കൽപ്പനകളും ഇസ്രായേൽ ജനത്തിനെ വിളിച്ചിട്ട് ദൈവം കൊടുക്കുകയാണ്, നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ എല്ലാ താല്പര്യങ്ങളെ ആഗ്രഹങ്ങൾക്ക് അധികമായി ദൈവത്തിൻ്റെ ഹിതത്തിന് 1 സ്ഥാനം കൊടുക്കും.
ഈശോ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കണം, എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഇനി ആരെങ്കിലും എന്നെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നതിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് നിങ്ങളെ തന്നെ പരിത്യജിക്കണം. നിന്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പരിത്യജിക്കണം. 2, നിന്റെ സഹോദരനെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പരിത്യജിക്കുക എന്നുള്ളതാണ്. 2, സഹോദരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവനായിരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ചില വേദനകളും ദുഃഖങ്ങളുണ്ട്. അവനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവൻ്റെ അവസ്ഥയിൽ അവനായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മുറിവേൽക്കും. ഈ മുറിവിനെ നമ്മൾ കുരിശെന്ന് പറയണം. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക, യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം സഹോദരന് വേണ്ടി ബലിയായി അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ പ്രവൃത്തി ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമല്ല. പാപത്തിൽ വീണ് കിടക്കുന്ന മനുഷ്യന് സ്വന്തം ഇഷ്ടങ്ങളും അഭിലാഷങ്ങളും നേട്ടങ്ങളും സുഖങ്ങളും മാറ്റിവെക്കാൻ അവന് സാധ്യമല്ല. എന്ന് വെച്ച് ദൈവം നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും നേട്ടങ്ങളൊന്നും വേണ്ടെന്നാണ് പറയുന്നത്? അല്ല, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ ദൈവം തയ്യാറാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ, ദൈവത്തെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മളെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും. നമ്മുടെ പറുദീസയിൽ ആദ്യ പാപത്ത് ചെയ്തതിനും ആദ്യ പാപം എങ്ങനെ സമയം അവരുടെ പറുദീസയിൽ ആദോ ഹവ്വയും വളരെ സുഖസന്തോഷമായി ദൈവം കൊടുത്ത ജീവിതം ആസ്വദിച്ച് പറുദീസ ഇങ്ങനെ സുഖിച്ച് സന്തോഷം ജീവിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, എടാ ഇതിൻ്റെ അകത്ത് ജീവിക്കുമ്പോൾ ദൈവത്തെ ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. കാരണം ദൈവം പറയുന്ന പോലെ ജീവിച്ചാൽ നമുക്ക് ഇതുപോലെ സുഖസന്തോഷം ജീവിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ അവരുടെ പറുദീസയിൽ നിന്ന് ദൈവത്തെ അവർ പുറത്താക്കി. ഇതാണ് ആദ്യ പാപം. ഇന്ന് നമ്മുടെ പറുദീസയിൽ നമുക്ക് ആരെ വേണ്ട? ദൈവത്തെ വേണ്ട. കാരണം നമ്മുടെ പറുദീസ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിന് സുഖസന്തോഷങ്ങൾ, അതിൻ്റെ സൗഭാഗ്യങ്ങൾ, അതിൻ്റെ ആനന്ദങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതാണ് പാപ അവസ്ഥ. ഇങ്ങനെ ജീവിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? ആ ജീവിതം നാശമാണ്. അതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. ആദത്തിന്റെ ഹവ്വയുടെ ജീവിതത്തിലും ധൂർത്തപുത്രന്റെ ഉപമയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ധൂർത്തപുത്രൻ ഇറങ്ങുകയാണ്. അവന്റെ ജീവിതത്തിൽ ദൈവം വേണ്ട. താൻ എന്നെ സംബന്ധിച്ചോളം മരിച്ചവനാണെന്ന അർത്ഥമാണ്. എനിക്ക് എൻ്റെ ഓഹരി ഇപ്പോൾ തന്നെ വേണമെന്ന് ചോദിക്കുമ്പോൾ സാധാരണ അപ്പൻ മരിച്ചതിന് ശേഷമാണ് അപ്പൻ്റെ ഓഹരി മക്കൾക്ക് കൊടുക്കുന്നത്. എന്നാൽ ധൂർത്തപുത്രൻ എനിക്ക് ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞാൽ എല്ലാം മേടിച്ചു പോകുന്നതിനകത്ത് എന്നെ സംബന്ധിച്ചോളം താൻ എനിക്ക് വേണ്ട, എന്നെ മരിച്ചവനാണ്. അങ്ങനെ ദൈവത്തെ അവൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കുകയാണ്. അങ്ങനെ ദൈവത്തെ പുറത്താക്കിക്കൊണ്ട് തന്നെ സ്വന്തം താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ മനുഷ്യൻ വ്യഗ്രതയുള്ളവനായി. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ അസ്തിത്വം തന്നെ തകർക്കുന്ന പ്രവൃത്തിയാണ് എന്ന് മനുഷ്യൻ അറിയുന്നില്ല. ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവനാശത്തിൻ്റെ കാരണം അതാണ്. ഹേ ക്രിസ്ത്യാനി, നീ ദിവസവും പള്ളിയിൽ പോകുന്നവനാണ്, നീ പ്രാർത്ഥിക്കുന്നവനാണ്, നീ ജപമാല ചെല്ലുന്നവനാണ്, നീ നോയമ്പ് നോക്കുന്നവനാണ്, നീ എല്ലാ നോവേനകൾക്ക് പോകുന്ന പരപരിപാടിക്ക് പോകുന്നവനാണ്, ധ്യാനം കൂടുന്നവനാണ്. എന്നിട്ട് നിന്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പോഴും നീ പാപ അവസ്ഥയിലാണ്. നീ ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിറവേറാൻ വേണ്ടി നടക്കുന്നവനാണ്. ഈ ആത്മീയ പരിപാടി നിർത്തുക. അത് ട്രാജഡിയാണ്, അത് നഷ്ടമാണ്. പൗലോസിന്റെ ഭാഷയിൽ പറയല 1 കൊരിന്തോസ് 15:19. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണോ നീ ലോകത്തിലെ സകല മനുഷ്യരെക്കാൾ ദൗർഭാഗ്യമാണ്. ഈ ദൗർഭാഗ്യം പേരെടുത്ത മക്കളെ മാനസാന്തരപ്പെടാം. ഇതിനാണ് മാനസാന്തരപ്പെടുന്നത്. നമ്മുടെ വിചാരം മാനസാന്തരം എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാണ്ടിരിക്കുക, ബീഡി വലിക്കാണ്ടിരിക്കുക, കൊലപാതകം ചെയ്യാണ്ടിരിക്കുക, വിചാരം ചെയ്യുക. അതല്ല. നമ്മൾ അടിസ്ഥാന പാപത്തിലേക്ക് നമ്മൾ വരികയാണ്. ദൈവത്തെക്കാൾ ഉപരി മനുഷ്യൻ തന്നെ സ്നേഹിച്ചു. അതവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്കും അസ്തിത്വത്തിൻ്റെ നാശത്തിനും കാരണമായി. അപ്പോ ഈ സ്വാർത്ഥപരമായ സ്നേഹം, സ്വയം സ്നേഹം എന്നതിനെ പറയും. അപ്പോൾ ആ സ്നേഹത്തിന് പോലെ മനുഷ്യൻ ദൈവത്തെ നിരാകരിച്ചു, ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോലും അവൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി അവൻ പരിശ്രമിക്കുകയാണ്. ഈ അവസ്ഥയിൽ ജീവിക്കുന്ന നിനക്ക് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ എന്ത് ചെയ്തു? ദൈവഹിതം, ദൈവത്തെ നമ്മൾ പുറത്താക്കി. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പാപ അവസ്ഥ എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വരണം?
നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊന്നും മോശമാണെന്ന് ദൈവം പറയുന്നില്ല. പക്ഷേ ദൈവത്തെയും ദൈവഹിതത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് നമ്മളെ നമ്മുടെ ഇഷ്ടങ്ങളെ സ്നേഹിക്കുന്നത് നിനക്ക് ദുരിതമാണ്. അത് നിന്നെ പന്നിക്കുഴിയിൽ എത്തിക്കത്തുള്ളൂ. അത് നിന്നെ പറുദീസയുടെ പുറത്തുള്ള ദുരന്തത്തിലേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി ദൈവത്തിനും ദൈവഹിതത്തിനും നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് പാപാവസ്ഥ. അതായത് ദൈവത്തെയും ദൈവഹിതത്തെയും, അതായത് നിത്യജീവിതത്തെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ലോക ജീവിതത്തിനും നമ്മുടെ ഓരോരുത്തരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സുഖത്തിനും വേണ്ടി നമ്മൾ മുൻഗണന കൊടുത്ത് ജീവിക്കും. അത് നടക്കാൻ വേണ്ടി ദൈവത്തിന്റെ പുറകെ നടക്കും. ഈ പ്രവൃത്തി പാപാവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ദൈവം പ്രവർത്തിക്കത്തില്ല. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും, ദൈവം എന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടി. അത് ചിലത് ദൈവം തരും, അത് പക്ഷേ ദൈവഹിതം ആകണമെന്നില്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ കാൻറ്റർബറിയിലെ വിശുദ്ധ തോമസ് മോറിന്റെ ഭക്തനായ ഒരാളുടെ കഥയും വിശുദ്ധ അൽഫോൻസ് ലിഗോറി ഇങ്ങനെ പറയുന്നുണ്ട്. രോഗിയായ ഈ ഭക്തൻ വിശുദ്ധ തോമസിന്റെ ശവകുടീരത്തിൽ ചെന്ന് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അയാൾ സൗഖ്യം നേടി വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ പിന്നീട് അയാൾ സ്വയം ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ രോഗിയായിരിക്കുന്നതാണ് എൻ്റെ ആത്മരക്ഷയ്ക്ക് കൂടുതൽ നല്ലതെങ്കിൽ സൗഖ്യം പ്രാപിച്ചതിൽ എന്ത് മേന്മയാണ് ഉള്ളത്? ഈ മനോഭാവത്തോടെ തിരിച്ചുപോയി തൻ്റെ നിത്യരക്ഷയ്ക്ക് നല്ലതെന്തോ അത് തനിക്ക് അനുവദിച്ച് തരണമേ എന്ന് വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. അയാളുടെ അസുഖം അയാൾക്ക് തിരിച്ചു കിട്ടി. അയാൾ സംതൃപ്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഒരു രോഗി വിശുദ്ധ തോമസ് മോഹറിന്റെ കല്ലറയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചു, മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ രോഗം മാറണമെന്ന് പറഞ്ഞു. രോഗം മാറിക്കഴിയുമ്പോൾ അയാൾക്കൊരു സംശയം, എടാ ഞാൻ ഈ രോഗം മാറിയിരിക്കുന്ന അവസ്ഥ എൻ്റെ ആത്മനാശത്തിന് കാരണമാകുമോ? ഒരു സംശയം വന്നപ്പോൾ തിരിച്ചു പ്രാർത്ഥിച്ചു, അല്ലയോ വിശുദ്ധ, എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഈ രോഗം മാറുന്ന എൻ്റെ ആത്മനാശത്തിന് കാരണമാകും. ഞാൻ നിത്യതയിൽ എത്തുന്നതിന് തടസ്സമാകുമെങ്കിൽ, എൻ്റെ സൗഖ്യം തടസ്സമാകുമെങ്കിൽ എൻ്റെ രോഗം എനിക്ക് തിരിച്ചു തരണമേ. അയാൾക്ക് രോഗം തിരിച്ചു കിട്ടി. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തരുന്നതെല്ലാം ദൈവഹിതമാകണമെന്നൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ആത്മീയത ഡേഞ്ചറസ് ആണ്. ഒരു പരിധി വരെ നമ്മൾ അനുഭവിക്കുന്ന സകല ദുഃഖങ്ങളും ദുരിതങ്ങളുടെ കാര്യം ഇന്നലെ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പിടിച്ചു വാങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ ഇസ്രായേൽ ജനത്തിൻ്റെ കഥയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് രാജാവിനെ വേണം. ഇസ്രായേൽ ജനത്തിന് രാജാവിനാണ് കാര്യം. ബാക്കി എല്ലാ ജനതകൾക്ക് രാജാക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് മാത്രം രാജാവില്ല. അതുകൊണ്ട് ഇസ്രായേൽ ജനം ദൈവത്തോട് പറയാതെ ഞങ്ങൾക്ക് ഒരു രാജാവിനോ. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് രാജാവ് ഞാനല്ലേ നിങ്ങളുടെ രാജാവായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്, അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒരു രാജാവിനാണ്. അങ്ങനെ ബലം പിടിച്ച് ഒച്ചപ്പാടിനെ ബഹളം പിടിച്ചവ കർത്താവ് പറയും, ശരി ഒരുത്തനെ ശരിയായി തരാം. അങ്ങനെയാണ് സാവൂളിനെ രാജാവാക്കിയത്. സാവൂൾ രാജാവാക്കിയതിന് ശേഷം എന്ത് പറ്റി? സാവൂൾ തൻ്റെ തോന്നിവാസം എല്ലാം ചെയ്ത് രാജകീയ ഭരണത്തിരുന്നുകൊണ്ട് എല്ലാ വൃത്തികളും കാണിച്ച് ഇസ്രായേൽ ജനത്തിനെ വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ദൈവത്തോട് നമ്മൾ കുറേ ബലം പിടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ലഭിക്കും. അത് പക്ഷെ നിനക്ക് നന്മയാകണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും കുറെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രാർത്ഥിക്കണം. വീണ്ടും വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഒരു ടെസ്റ്റിമണി പറയുന്നുണ്ട്. മെത്രാനായിരുന്ന വിശുദ്ധ ബെഡസ്റ്റായോട് പ്രാർത്ഥിച്ച് ഒരു അന്ധന് കാഴ്ച കിട്ടി. ഒരു അന്ധനായ മനുഷ്യന് വിശുദ്ധനായ ബെഡസ്റ്റയോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാഴ്ച കിട്ടി. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, കാഴ്ചയുള്ള അവസ്ഥയായിരിക്കുമോ നിത്യരക്ഷയ്ക്ക് പ്രയോജനകരം? നിത്യരക്ഷയ്ക്ക് ഇത് സഹായകരമല്ലെങ്കിൽ തൻ്റെ അന്ധത തിരിച്ചു തരാൻ അയാൾ വിശുദ്ധനോട് വീണ്ടും അപേക്ഷിച്ചു. അയാൾക്ക് അന്ധത കിട്ടി. അപ്പം നോക്കുക, നമ്മൾ ഈ നൊവേന ഇതൊക്കെ പറയുന്നത്, ഞാൻ ഈ പലപ്പോഴും ഉടമ്പടിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താണ് ഈ ഉടമ്പടി? നമ്മളിങ്ങനെ ദൈവസന്നിധിയിൽ പിടിച്ചു വാങ്ങുന്നതാണ്. പിടിച്ചു വാങ്ങുന്നത് ക്രൈസ്തവ ആധ്യാത്മികതയല്ല. ഇവിടെ ചില വിശുദ്ധന്മാർ നമുക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടതും ഇല്ലാത്ത കാര്യം പിടിച്ചു വാങ്ങുന്നത്, എന്തെങ്കിലും കാട്ടിക്കൂട്ടി പിടിച്ചു വാങ്ങുന്നതല്ല ക്രൈസ്തവ ആത്മീയത. അതിന് നിങ്ങൾ എത്ര എന്നെ തെറി പറഞ്ഞിട്ടും കാര്യമില്ല. ദാറ്റ് ഈസ് നോട്ട് കാത്തലിക് സ്പിരിച്വാലിറ്റി. ഓക്കെ, സോ അപ്പൊ ഈ വിശുദ്ധന്മാർ ഇവരെല്ലാം ചെയ്തെന്താണ്? ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ടെസ്റ്റിമണി കൂടി നമുക്ക് വായിക്കാം. വിശുദ്ധ
ജോൺ ഓഫ് ദ ക്രോസ്, യോഹന്നാൻ ക്രൂസിന്റെ പ്രാർത്ഥന. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനത്തിനൊക്കെ എന്തെല്ലാമൊക്കെ വേണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടി പ്രാർത്ഥനയും ആത്മീയ കർമ്മങ്ങളും നടത്താൻ പാടില്ല. ഓക്കെ, യു ഹാവ് ടു ബി വെരി ക്ലിയർ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുരിശിന്റെ യോഹന്നാൻ, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വലിയൊരു രോഗിയായി കിടക്കുന്ന ഒരു സമയമാണ്. അസുഖമായി കിടക്കുന്ന മനുഷ്യന് വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസിൽ എഴുത്തെഴുതുകയാണ്. കാരണം അയാൾ രോഗിയായിരിക്കുന്നെന്ന് ജോൺ ഓഫ് ദ ക്രോസ് കണ്ടെത്തുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു എഴുത്തെഴുതുകയാണ്, എൻ്റെ പ്രിയ സ്നേഹിത, സുഖപ്പെടുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് സ്വയം ക്ഷീണിപ്പിക്കരുത്, സമയം വൃഥാവിലാക്കരുത്. അല്ലേ, നമ്മളൊക്കെ ഇന്ന് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്ന് കിടക്കുമ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന, നൊവേന പരിപാടികളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് പറയാണ്, നിന്റെ രോഗാവസ്ഥയിൽ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്നെ കുറിച്ച് നീ ഞങ്ങൾക്ക് ആകുലപ്പെടണ്ട, അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയണ്ട. പകരം ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം കാലം രോഗിയായിരിക്കുന്നതിൽ സന്തോഷവാനായിരിക്കുക. ഇതിന്റെ പേരാണ് മക്കളെ ക്രൈസ്തവ വിശ്വാസം. ഓക്കെ, ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ വളർന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടം നിന്റെ ക്രൈസ്തവ ജീവിതം ദുരന്തം നിറഞ്ഞതായിരിക്കും. ദൈവഹിതം നിറവേറ്റുക എന്നതാണ് താങ്കൾ ലക്ഷ്യം വച്ചിരിക്കുന്നതെങ്കിൽ രോഗിയായിരിക്കുന്നതോ സൗഖ്യമായിരിക്കുന്നതോ വ്യത്യാസമില്ല. നമ്മുടെ വിചാരം നമ്മൾ രോഗങ്ങൾ വന്നാൽ അത് സുഖപ്പെട്ടേ പറ്റൂ, ദൈവമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. നമ്മുടെ സാമ്പത്തിക മേഖല തറന്നുപോയി കഴിഞ്ഞാൽ അത് ഉയർത്തപ്പെട്ടേ പറ്റൂ. നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയി അത് ലഭിച്ചേ പറ്റൂ. നമുക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റിയില്ല, എനിക്ക് മറ്റു രാജ്യങ്ങളിൽ വിസ ലഭിച്ചേ പറ്റൂ. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട് നോൺസെൻസ്. ഇറ്റ് ഈസ് ഫൂളിഷ്നെസ് അക്കോർഡിംഗ് ടു ക്രിസ്ത്യൻ ബിലീഫ്. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ആത്മീയ ഗുരുക്കന്മാർ, ആത്മീയ ആചാര്യന്മാരും ഭൂലോക മണ്ടത്തരമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ കൃത്യമായിട്ട് നമ്മൾ വിമർശിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം പറയാണ്, നീ രോഗിയായിരിക്കുന്നതോ രോഗസൗഖ്യപ്പെടുന്നതോ അല്ല ദൈവത്തിന്റെ മഹത്വം, നീ അത് ദൈവകരങ്ങളിൽ സ്വീകരിക്കില്ല. എന്നിട്ട് പറഞ്ഞു തരികയാണ്, ദൈവം മഹത്വപ്പെടുന്നത് നമ്മുടെ പ്രവർത്തന മികവ് കൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല ദൈവം മഹത്വപ്പെടുന്നത്. നമ്മൾ രോഗത്തിൽ മാറുന്നത് കൊണ്ടല്ല ദൈവം. രോഗം മാറുമ്പോൾ ഉടനെ പ്രൈസ് ദി ലോർഡ്, ലോകം മാറുമ്പോൾ ഉടനെ രോഗം മാറുന്നിടത്ത് ഉടനെ സാക്ഷി നൽകുന്ന അതുകൊണ്ടല്ല ദൈവം. അതുകൊണ്ട് മാത്രമല്ല ദൈവം അതുകൊണ്ട് മഹത്വപ്പെടുന്നില്ല എന്നല്ല, അതുകൊണ്ട് മാത്രമല്ല ദൈവം മഹത്വപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്, ദൈവം മഹത്വപ്പെടുന്നത് നമ്മുടെ പ്രവർത്തന മികവ് കൊണ്ടല്ല, നാം ദൈവ തിരുമനസ്സിന് സ്വയം സമർപ്പിക്കപ്പെടുന്നതിനാലും തിരുഹിതത്തോട് ഐക്യപ്പെടുന്നതിനാലും അത്രേ. ദൈവത്തിന് സമർപ്പിതമായ ഓരോ ബലിയാത്മാവിനെ കുറിച്ചും ദൈവത്തിന് കൃത്യമായ പദ്ധതിയുണ്ട്. അത് നടപ്പിലാക്കാൻ അവിടുന്ന് നമ്മുടെ പദ്ധതികൾ തകർക്കുന്നു, നമ്മുടെ ഇഷ്ടങ്ങൾ ത്യജിക്കാൻ ഇടയാക്കുന്നു, നമ്മുടെ പ്രതീക്ഷകൾ തകിടം മറിക്കുന്നു. ആരാ തകിടം മറിക്കണത്? നമ്മുടെ പദ്ധതി തകർക്കുന്ന ആളാ യേശു. നമ്മുടെ പ്രതീക്ഷകൾ തകിടം മറിക്കുന്ന ആരാ? യേശു. നമ്മുടെ ഇഷ്ടങ്ങൾ ത്യജിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ആരാണത്? യേശുവാണ്. എന്നിട്ട് ഇത് കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥനയും നോയമ്പ് ഉടമ്പടിയും പരിപാടിയായിട്ട് നടക്കുകയാണ്. നോ, ദാറ്റ് ഈസ് നോട്ട് കാത്തലിക് സ്പിരിച്വാലിറ്റി. അതുകൊണ്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, എന്ന് വെച്ച് രോഗമെന്ന് പ്രാർത്ഥിക്കണ്ട എന്നുള്ളതല്ല. അത് കിട്ടാൻ വേണ്ടി ചില പ്രത്യേകതരം പ്രാർത്ഥനകൾ, അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അത് പ്രശ്നമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, പിതാവേ, യേശുവിന്റെ പ്രാർത്ഥന ഇതാണ്, പിതാവേ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഈ കുരിശ് എന്നിൽ നീങ്ങി പോകട്ടെ. അതെല്ലാം ഇങ്ങനെ തിരിഹിതം എടുക്കാനാണെങ്കിൽ ഞാൻ എടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന. ഇതിനു വേണ്ടി നീ ഇങ്ങനെ പ്രത്യേകം കളറും തിരിയും വെച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ദിസ് ഈസ് എ സിമ്പിൾ പ്രേയർ, യു നീഡ് ടു പ്രേ. ഇത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം ആധ്യാത്മിക ഗുരുക്കന്മാരെ. അല്ലാണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൽപ്പാടി കിടക്കുന്ന ഈ ലോകത്തിലെ ബിസിനസ് ടൈഫൂൺസിനെ പോലെ അവരുടെ ഇൻവെസ്റ്റേഴ്സിന് ഇഷ്ടമനുസരിച്ച് അവർക്ക് വേണ്ട കൊടുക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളല്ല നമ്മുടെ ധ്യാന മന്ദിരങ്ങളും ധ്യാന പ്രസ്ഥാനങ്ങളും. ഓക്കെ, അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ പാടും. എല്ലാവരുടെയും രോഗം സുഖപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, എല്ലാവരുടെ പ്രശ്നങ്ങൾ മാറാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം അവന്റെ ഈ പ്രശ്നം വരുത്തിയിരിക്കുന്നത് ദൈവം തന്നെയാണ്. എന്തിനാണ്? അവൻ സ്വർഗം നഷ്ടപ്പെടുത്തി ഈ ലോക ജീവിതത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ്. ധൂർത്തപുത്രൻ എന്തേ പിതാവ് അവധി കുഴി കിടക്കുമ്പോൾ തവിടം മിണ്ടാക്കാൻ പുത്രൻ എന്തേ കുറച്ച് കൊഴുത്ത കാളക്കുട്ടി കൊടുത്തുവിടാത്തത്? കൊടുക്കത്തില്ല. കാരണം അവൻ ആത്മീയ നാശത്തിന് കാരണമാണ്. അവൻ മനസ്തപിച്ച് തിരിച്ചു വരണം.
ഇതിലേക്ക് നമ്മുടെ ശുശ്രൂഷകൾ വരണം. അല്ലാത്തുള്ള ശുശ്രൂഷ പിശാചിന്റെ ശുശ്രൂഷയാണ്. അല്ലാത്ത ശുശ്രൂഷ കാലഘട്ടത്തിലെ വൈരുദ്ധ്യമാർന്ന ശുശ്രൂഷയാണ്. അത് ആന്റി ഗോസ്പെലാണ്. ഇന്ന് അങ്ങനത്തെ ഒരു ഗോസ്പെൽ ഉണ്ട്. ആന്റി ക്രൈസ്റ്റ് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ആന്റി ഗോസ്പെൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇത് എതിർ ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അതുകൊണ്ട് വിശുദ്ധ അൽഫോൻസ് ലീഗോ നമ്മൾ മനസ്സിലാക്കുന്നു, യേശു മഹത്വപ്പെടുന്ന പ്രിയമുള്ളവരെ ലാസറിനെ ഉയർപ്പിച്ച് കാനായിലെ വെള്ളം വീഞ്ഞാക്കിയപ്പോഴും 5,000 പേർക്ക് കൊടുത്തപ്പോൾ മാത്രമല്ല, അവൻ യാതൊരു അത്ഭുതം പ്രവർത്തിക്കാതെ കാൽവരി മലയിൽ എല്ലാവരുടെ മുമ്പിൽ 3 ആണികൾ പരമദരിദ്രനായി പരിപൂർണ്ണ നഗ്നനായി കടന്നു മരിക്കുമ്പോഴും ദൈവം മഹത്വപ്പെട്ടു. മേ ബി ലാസറിനെ ഉയർപ്പിച്ചതിനേക്കാളും കാനായിലെ വെള്ളം വീഞ്ഞാക്കിയതിനേക്കാളും കൂടുതൽ ദൈവം മഹത്വീകരിക്കപ്പെട്ടത് യേശു കുരിശിൽ ഒന്നും ചെയ്യാതെ കടന്നു മരിച്ചപ്പോഴാണ്. അതുകൊണ്ട് ദൈവത്തെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിച്ച് ജീവിതം നടത്തുന്ന ആത്മീയതയുടെ കാലഘട്ടം കഴിഞ്ഞു. ആ സമയം, ആ ആത്മീയത ഫൂളിഷ്നെസ് ആണ്. അങ്ങനെ മനുഷ്യരെ കൊണ്ടു നടക്കരുത്. ചില നഷ്ടങ്ങളും വേദനകളും പദ്ധതികളും നിന്റെ താല്പര്യങ്ങളും ദൈവം നിഷേധിക്കും, എടുത്തു കളയും. എന്തിനാണ്? നീ ഇപ്പോഴും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിട്ടില്ല. നീ ഇപ്പോഴും നിത്യത ലക്ഷ്യമാക്കിയിട്ടില്ല. എന്താണ് നീ നിത്യത ലക്ഷ്യമാക്കിയ അർത്ഥം? നിന്റെ മക്കളുടെ നിത്യജീവന് വേണ്ടി, നിന്റെ ഭാര്യയുടെ ജീവിത പങ്കാളി നിത്യജീവന് വേണ്ടി, നിന്റെ മാതാപിതാക്കൾ നിത്യജീവന് നീ എന്തു ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിച്ചറിയാം. ആർ യു ഫോക്കസ്ഡ് ഓൺ ഇറ്റേണൽ ലൈഫ്? നോ, നോബഡി. അങ്ങനെ നിന്റെ ഈ ലോക കാര്യം നടത്താൻ വേണ്ടിയിട്ടല്ല യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. യേശു വളരെ ക്ലിയറാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരുവൻ നഷ്ടപ്പെട്ടു പോലെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി എൻ്റെ പിതാവ് എന്നെ അയച്ചു. ഈ കാലഘട്ടത്തിൽ സുവിശേഷ പ്രഘോഷണം പളം തെറ്റിപ്പോവാണ്. ഇറ്റ് ഈസ് ബിക്കം എ ബിസിനസ്. ഇറ്റ് ഈസ് ബിക്കം എ ബിസിനസ്. അതുകൊണ്ട് ആ സുവിശേഷ വേല നിർത്തുക. ഇനി നിനക്ക് വേണ്ടി കുരിശിൽ കിടക്കുന്ന യേശു അത്ഭുതം പ്രവർത്തിക്കുന്നു പ്രതീക്ഷിക്കരുത്. സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുരിതങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. എന്തിനാണ്? ദൈവത്തെ മറിഞ്ഞ് നിത്യജീവൻ മറന്ന് നീ ലോകത്തിന് വേണ്ടി, നിന്റെ സുഖസന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന പാപ അവസ്ഥയിൽ കിടക്കുന്നവനാണ്. നിനക്ക് വേണ്ടത് ഉടമ്പടിയല്ല, നിനക്ക് വേണ്ട യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാണ്. നോട്ട് മേരി. മേരിനെ ദുരുപയോഗിക്കരുത്. മേരി വഴി വിശുദ്ധ ലൂയി മോൺഫോർട്ട്, we are consecrating our life to Jesus. We are not consecrating our life to Mary. We are consecrating our life to Jesus through Mary. Okay, ഇത് വളരെ ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുവിനെ കോൺസെക്രേറ്റ് ചെയ്യുന്ന സമയം, അടുത്ത ക്ലാസ്സുകൾ വാട്ട് ഈസ് കോൺസെക്രേഷൻ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നതായിരിക്കും. അതുകൊണ്ട് എന്താണ് ദൈവഹിതം? ഈ ഹിതം നിറവേറണം. എന്നെ കുറിച്ചുള്ള ദൈവഹിതം നിറവേറണം. ഞാൻ രോഗിയായിരിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അത് സ്വീകരിക്കാൻ സാധിക്കണം. അതിനാണ് നിനക്ക് വിശ്വാസം വേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നമ്മളെ സ്വർഗം വിളിക്കുകയാണ്. ഇതിലേക്കാണ് നമ്മൾ വിശ്വാസത്തെ കൊണ്ടുവരണം. അല്ലാതെ എൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി കുറെ പ്രാർത്ഥന ചെല്ലുന്നതിന് വിശ്വാസം എന്ന് കാണിക്കരുത്. ഓക്കെ, ക്രിസ്താനുകരണം നമ്മൾ മനോഹരമായൊരു സാധനം പഠിപ്പിക്കുന്നുണ്ട്. ഈശോ നൽകുന്ന ഉപദേശം ശ്രദ്ധിക്കുക. എൻ്റെ മകനെ, എൻ്റെ ഇഷ്ടം പോലെ നിന്നോട് പെരുമാറുന്നതിന് എന്നെ അനുവദിക്കുക. നിനക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് എനിക്കറിയാം. ക്രിസ്താനുകരണം വീണ്ടും ഉപദേശിക്കുന്നു. എല്ലായ്പ്പോഴും പറയുക, ദൈവമേ, അങ്ങേക്ക് അത് ഹിതമാണെങ്കിൽ അപ്രകാരം സംഭവിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ മഹിമയ്ക്ക് ചേർന്നതാണെങ്കിൽ അത് നിർവഹിക്കപ്പെടട്ടെ. ദൈവഹിതം, ദൈവത്തിൻ്റെ മഹത്വം, ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ദൈവഹിതവും മഹത്വം എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ മഹത്വമല്ല. ചില സ്ഥലത്തൊക്കെ നമ്മുടെ മഹത്വങ്ങൾ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ തിരസ്കരിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ പദ്ധതികൾ പൊളിഞ്ഞു പോകേണ്ടതായിട്ട് വരും. അവിടെയാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്നത്. 2, നമ്മൾ ചിലപ്പോൾ നാണം കെടുന്നിടത്ത്, അപമാനിക്കപ്പെടുന്നിടത്താണ് ദൈവം മഹത്വീകരിക്കപ്പെടുന്നത്. യേശു ക്രിസ്തു പോലും, യേശുവിനെ പോലും ഫരിസേയർ വെല്ലുവിളിച്ചില്ലേ? കുരിശിൽ കിടക്കുക, നീ മെസ്സിയാണെങ്കിൽ ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാം. നോ, അങ്ങനെ സ്വന്തം മഹത്വം കാണിക്കാനല്ല യേശു വന്നത്. ഞാൻ കുരിശിൽ ഇതേപോലെ ഒരു കൃമിയെ പോലെ മരിക്കുക എന്നുള്ളതാണ് ദൈവത്തിനും മഹത്വം നൽകുന്നത്. അതുകൊണ്ട് ഈ ആത്മീയതയിലേക്ക് നമ്മൾ വരണം. ഇന്ന് ആത്മീയത സംരംഭകന്റെ, മുമ്പിലിരിക്കുന്നവന്റെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്ന, യേശുക്രിസ്തുവിനെ വിളിച്ചു കൊടുക്കുന്ന ഒരു ആത്മീയത, ഒരു ബിസിനസ് കൾച്ചറിലേക്ക് നമ്മൾ പോകരുത്. അത് ട്രാജഡിയാണ്. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ലോകം വലിയ ഞെരുക്കത്തിലൂടെയും പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ നീ ദൈവത്തിൽ നിന്ന് അപ്പം തപ്പി നടക്കുമ്പോൾ ചിലപ്പോൾ അപ്പം കിട്ടിയില്ലാന്ന് വരും. ചില ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ദൈവം അനുവദിക്കുന്നതാണ്. അതിൽ സന്തോഷിക്കാനും അതിനോർത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു ആത്മീയത മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഒരു വലിയ സമൂഹം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സഭയിൽ നിന്ന് വിട്ടുപോകേണ്ടി വരും. കാരണം അവനെ, നിങ്ങൾ പഠിപ്പിച്ച ദൈവത്തെ
അവൻ കാണില്ല. അവന്റെ ദുരിതങ്ങളിലും വേദനകളിലും അഗ്നികുണ്ഠത്തിലും കാരാഗ്രഹത്തിലും സിംഹക്കുഴിയിലും ദൈവം ഇടുന്ന എന്തിനാണ്? അവിടുന്ന് വെറുതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, അത് ക്രിസ്തുവിൽ രൂപപ്പെടാനുള്ളൊരു വഴിയാണ്. അഗ്നികുണ്ഡവും കാരാഗ്രഹത്തിനും അത്ഭുതം നടക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടെ എന്നെ ക്രിസ്തുവിൽ രൂപപ്പെടുത്താൻ ഈ അഗ്നികുണ്ഡവും കാരാഗ്രഹവും സിംഹക്കുഴിയും ആവശ്യമാണ് തിരിച്ചറിഞ്ഞ് ആ ദൈവിക പദ്ധതിയിലേക്ക് വളരാൻ ദൈവത്തിന് നന്ദി പറയണം. എവിടെ? അഗ്നികുണ്ഠത്തിൽ കിടന്ന് നന്ദി പറയണം, കാരാഗ്രഹത്തിൽ കിടന്ന് നന്ദി പറയണം, സിംഹക്കുഴിയിൽ നിന്ന് നന്ദി പറയണം. ഈ ആത്മീയതയിലേക്ക് നീ വരണം. അല്ലാതെ ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ ദൈവത്തെ ഇവരാരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല അവർ ദൈവത്തെ പ്രാർത്ഥിച്ചത്. അത് അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്കുള്ള വഴിയായിരുന്നവർ മനസ്സിലാക്കി അവർ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. കാരാഗ്രഹത്തിൽ കിടന്ന ശീലാസും പൗലോസും അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കാരാഗ്രഹവാതിലൊക്കെ തുറന്നു. ഉടനെ അവർ പ്രൈസ് ദി ലോർഡ്, ദൈവം അത്ഭുതം നടത്താൻ ഇറങ്ങി ഓടുകയല്ല, അടുത്ത ചന്തയിൽ പോയിട്ട് അവരെ പോയിട്ട് ദൈവം എന്നെ രക്ഷപ്പെടുത്തുന്ന സാക്ഷ്യപ്പെടുത്തുകയല്ല, അവരവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം അവർ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചത് അവരെ ആ കാരാഗ്രഹത്തിലിട്ട പദ്ധതി നിറവേറപ്പെടണം. അല്ലാണ്ട് കാരാഗ്രഹവാതിൽ തുറക്കുന്ന അത്ഭുതം കാണാൻ വേണ്ടിയിട്ടല്ല പൗലോസും ശീലാസും രാത്രി കിടന്ന് ആരാധിച്ച്. ഇന്ന് നമ്മുടെയൊക്കെ ആരാധന എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇന്ന് ഒച്ചപ്പാടും ബഹളവും ഇട്ട് ദൈവജനത്തെ കൊണ്ട് തുള്ളിച്ച് ഇതേപോലെ എന്തൊക്കെ നടക്കാൻ വേണ്ടി നടക്കുന്ന ശുശ്രൂഷകരെ, യു ആർ ഡൂയിങ് ആബ്സല്യൂട്ട് നോൺസെൻസ്. അത് വലിയ ദുരന്തമാണ്. അതുകൊണ്ട് ഈ കാരാഗ്രഹം എന്തിനാണ് ദൈവം അനുവദിച്ചെന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹവാതിൽ തുറന്നു. ഉടനെ അവരിറങ്ങി പോയിട്ട് അടുത്ത ചന്തയിൽ ചെന്നിട്ട് ഇതാ ദൈവം ഞങ്ങൾ ഉയർപ്പിച്ചെന്ന് പറയല്ല, അവര് അവിടെ നിന്ന് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ശതാധിപൻ വരുന്നത്. ആ ശതാധിപന്റെ കുടുംബത്തെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരെ കാരാഗ്രഹത്തിലേക്ക് ദൈവം അയച്ചത്. അതുകൊണ്ട് കാരാഗ്രഹത്തിന് പുറകിലെ ദൈവിക പദ്ധതികൾ മനസ്സിലാക്കി നിത്യതയുമായ അവരെൻ്റെ ആത്മരക്ഷയെ ബന്ധപ്പെട്ടതാണ് ദൈവഹിതം എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും ദൈവഹിതപ്രകാരമായിരിക്കണം. ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നവ നാം അഭിലഷിച്ചാൽ മാത്രം പോരാ, പിന്നെയോ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെയും അവിടുന്ന് ആഗ്രഹിക്കുമ്പോഴും അവിടുന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി നാം ആഗ്രഹിക്കണം. അപ്പോഴാണ് നാം ദൈവഹിതം ആഗ്രഹിക്കുന്നവരത്. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാകുന്നത്. വീണ്ടും ദൈവം ആഗ്രഹിക്കുന്നു എന്ന കാരണത്താൽ, ദൈവം മഹത്വപ്പെടണമെന്ന ലക്ഷ്യത്താൽ, ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന ആഗ്രഹത്താൽ നാം പ്രവർത്തിക്കുന്നവയാണ് ദൈവഹിതം നിറവേറ്റൽ. ഓക്കെ, ഇതിന് നിനക്ക് വിശ്വാസം വേണം. അല്ലാതെ നിന്റെ ആഗ്രഹങ്ങൾ കാര്യം നടക്കാൻ വേണ്ടി, നിന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി, നിന്റെ ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി നീ പ്രവർത്തിക്കുന്ന ആത്മീയ കർമ്മങ്ങള് ആത്മീയതയല്ല, അത് ദൈവഹിതമല്ല. ഓക്കെ, അതുകൊണ്ട് ഒരിക്കൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നു എന്ന കാരണത്താൽ, ദൈവം മഹത്വപ്പെടണം എന്ന ലക്ഷ്യത്താൽ, ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന ആഗ്രഹത്താൽ നാം പ്രവർത്തിപ്പിക്കുന്നവയാണ് ദൈവഹിതം നിറവേറ്റൽ. വിശുദ്ധ ഫൗസ്റ്റീന നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിലാണ് പുണ്യപൂർണത നേടാനുള്ള പരിശ്രമവും വിശുദ്ധിയും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീന, ഒരാത്മാവ് തനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിർത്തുമ്പോഴാണ് ദൈവം ആ ആത്മാവിൽ പ്രവർത്തിക്കുള്ളൂ. മനസ്സിലായില്ലേ? നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സുഖങ്ങളും നടത്താൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയാണ്. പ്രാർത്ഥന, ധ്യാനങ്ങൾ, അതെന്ന് പറഞ്ഞാൽ ആ പരിപാടി നിർത്തുന്ന സ്ഥലത്താണ് ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം നിന്നിൽ നിറവേറണം. അതിന് നീ ഓടി നടക്കേണ്ട കാര്യമില്ല. നിന്റെ ഇടവക ദേവാലയത്തിലെ അൾത്താരയിൽ, അവിടെ അർപ്പിക്കുന്ന ബലിയിൽ നിന്റെ ജീവിതത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നീയും പ്രാർത്ഥിക്കണം. ഞാനിന്ന് ചില പ്രശ്നങ്ങൾ കടന്നു പോവുകയാണ്, ദുരിതങ്ങൾ കടന്നു പോവുകയാണ്. കർത്താവേ, അത് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് നൽകുന്നതാണെങ്കിൽ ആ ദുരിതം സ്വീകരിക്കാൻ സന്നദ്ധനാണ്. അതല്ല, അതിൽ ഞാൻ പുറത്തു വരുന്ന നിന്റെ നാമത്തിന് മഹത്വം നൽകിൽ അത് സംഭവിക്കട്ടെ. 2, ഞാൻ കടന്നു പോകുന്ന വഴികളും വേദനകളും ദുഃഖങ്ങളും ഇതാ നിന്റെ കരങ്ങൾ ഞാൻ സ്വീകരിക്കുകയാണ്. അതെൻ്റെ വിശുദ്ധീകരണത്തിന് ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാണ്. കർത്താവെ, അത് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ വിശുദ്ധീകരണത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ സഹനങ്ങളെ ഞാൻ നിന്റെ ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ സഹനങ്ങളും വേദനകളും മഹത്വീകരിക്കപ്പെടുക. ഇങ്ങനൊരു ആത്മീയതയിലേക്ക് വരിക. അല്ലെങ്കിൽ പ്രശ്നം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട കാര്യമില്ല. പ്രശ്നം വരുമ്പോൾ ഇന്ന പ്രത്യേക പ്രാർത്ഥന അറിയിച്ച് ദൈവത്തെ കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കേണ്ട കാര്യമില്ല. അത് ക്രൈസ്തവ, പ്രത്യേകിച്ച് കത്തോലിക്ക ആത്മീയതയല്ല. അതുകൊണ്ട് ഈ സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. പരിശുദ്ധ അമ്മ പറഞ്ഞതാ, കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഗെത്സമൻ തോട്ടത്തില് യേശു പറഞ്ഞത് തന്നെയാണ്, പിതാവേ
എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അതുകൊണ്ട് ഈ ഒരു ദൈവഹിതം നിറവേറുന്ന ആത്മീയതയിലേക്ക് വരിക. അല്ലെങ്കിൽ നിനക്ക് യേശുവിനെ മിസ് ചെയ്യും. യേശുവിനെ മിസ് ചെയ്തിട്ട് നീ ആത്മീയ കർമ്മം മുഴുവൻ നടത്തി കഴിഞ്ഞത് ഒരു ട്രാജഡി ആയിരിക്കും മക്കളെ. അതുകൊണ്ട് ആധ്യാത്മികത തിരിച്ച് സത്യ ആത്മീയതയിലേക്ക് തിരിച്ചു വരിക. കർത്താവ് നിന്നെ കാത്തിരിക്കുന്നു. ഹി വിൽ ബ്ലെസ് യു, ഹി വിൽ ഹീൽ യു ആൻഡ് ഹി വിൽ പ്രൊട്ടക്റ്റ് യു. അതുകൊണ്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.